ഇറാൻ 48 മണിക്കൂറിനുള്ളിൽ സമാധാന കരാറിലെത്തിയില്ലെങ്കിൽ നരകം പെയ്യുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി തള്ളി ഇറാൻ. ട്രംപിന്റെ മുന്നറിയിപ്പ് വെറും പരിഭ്രാന്തിയിൽ നിന്നുള്ളതല്ലെന്നും അമേരിക്കയും ഇസ്രായേലിനെയും ഇറാനിൽ കാത്തിരിക്കുന്നത് വലിയ അത്ഭുതമാണെന്നും സുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. തിങ്കളാഴ്ചയോടെ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനിൽ നരകം പെയ്യുമെന്നായിരുന്നു ട്രംപിന്റെ അന്ത്യശാസനം. എന്നാൽ യുദ്ധം വ്യാപിപ്പിക്കാനാണ് നീക്കമെങ്കിൽ മേഖലയാകെ നരകമായി മാറുമെന്ന് ഇറാൻ തിരിച്ചടിച്ചു. ട്രംപിന്റെ പ്രസ്താവന അപകടകരമായ പോർവിളിയാണ്. ചിത്തഭ്രമം പിടിപെട്ട ട്രംപിനെ തടയാൻ ഐക്യരാഷ്ട്രസഭയും ഗൾഫ് രാജ്യങ്ങളും ഉടനടി തയ്യാറായില്ലെങ്കിൽ മേഖല ഒന്നാകെ ഒരു തീഗോളമായി മാറും. യുദ്ധം വ്യാപിപ്പിക്കാനാണ് നീക്കമെങ്കിൽ ഗൾഫ് മേഖലയാകെ നരകമായി മാറുമെന്നും ആണവ വികിരണം സംഭവിച്ചാൽ തകരുന്നത് ടെഹ്റാൻ മാത്രമല്ല മറിച്ച് ഗൾഫ് രാജ്യങ്ങളായിരിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. സൈനിക നീക്കങ്ങൾ ശക്തമാകുന്നതിനിടെ ഇസ്ഫഹാൻ ആകാശത്ത് വെച്ച് അമേരിക്കയുടെ അത്യാധുനിക MQ-9 ഡ്രോൺ തകർത്തതായി ഇറാൻ സേന അവകാശപ്പെട്ടു. നവീന എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കിയത്. അതേസമയം വെള്ളിയാഴ്ച ഇറാനിൽ വെച്ച് വെടിവെച്ചിട്ട അമേരിക്കൻ യുദ്ധവിമാനത്തിലെ പൈലറ്റിനായി 3-ാം ദിവസവും തിരച്ചിൽ തുടരുകയാണ്. ഖുസിസ്ഥാൻ പ്രവിശ്യ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത്. പൈലറ്റിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ഇറാൻ സേന പ്രതിഫലവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആക്രമണങ്ങൾ രൂക്ഷമായതോടെ ബുഷർ ആണവ നിലയത്തിന്റെ സുരക്ഷ കണക്കിലെടുത്ത റഷ്യ തങ്ങളുടെ 200 ജീവനക്കാരെ കൂടി അവിടെ നിന്ന് മാറ്റി. ഇതിനിടെ മഷഹർ പെട്രോ കെമിക്കൽ സോണിൽ US ഇസ്രായേൽ സഖ്യം നടത്തിയ ആക്രമണങ്ങളിൽ 5 പേർ കൊല്ലപ്പെടുകയും 170 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യുദ്ധം തുടങ്ങിയത് മുതൽ ഇറാനിലെ 30-ലധികം സർവകലാശാലകൾ ലക്ഷ്യമിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. കുവൈത്തിലെ ഓയിൽ പ്ലാന്റിലും സർക്കാർ ഓഫീസ് സമുച്ചയത്തിലും ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ, ഹിസ്ബുല്ല, ഹൂതി സേനകൾ സംയുക്തമായ ദീർഘദൂരം ആക്രമണം നടത്തി. ലോഡ് എയർപോർട്ടും പ്രധാന സൈനിക കേന്ദ്രങ്ങളുമാണ് ഇവർ ലക്ഷ്യമിട്ടത്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുല്ലയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൂടി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ യുദ്ധത്തിനെതിരെ തെൽ അവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വൻ ജനകീയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയാണ്. അതേസമയം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കടപുഴകി എറിയുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിലെ ഏറ്റവും മാരകമായ JASSMER ക്രൂയിസ് മിസൈലുകളും യുദ്ധക്കളത്തിലേക്ക് എത്തിക്കാൻ അമേരിക്ക ഉത്തരവിട്ടിരിക്കുകയാണ്. അടുത്ത 2 ആഴ്ചക്കുള്ളിൽ ഇറാനെ ശിലായുഗത്തിലേക്ക് മടക്കി അയക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അതീവ നിർണായകമായ ഈ നീക്കം നടക്കുന്നത്. പസഫിക് മേഖലയിലെ കരുതൽ ശേഖരത്തിൽ നിന്ന് ഈ മിസൈലുകൾ സെൻട്രൽ കമാൻഡ് ബേസുകളിലേക്കും ബ്രിട്ടനിലെ ഫെയർഫോർട്ടിലേക്കും മാറ്റാൻ ഇതിനോടകം നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഏകദേശം 600-ലധികം ദൂരപരിധിയുള്ള ഈ സ്റ്റെൽത്ത് മിസൈലുകൾക്ക് ശത്രുവിന്റെ റഡാറുകളെയും വ്യോമ പ്രതിരോധത്തെയും വെട്ടിച്ച് കൃത്യമായി ലക്ഷ്യസ്ഥാനത്തെത്താൻ ശേഷിയുണ്ട്. ഒരു മിസൈലിന് ഏകദേശം $1.5 ദശലക്ഷം വില കണക്കാക്കുന്നത്. ഇറാന്റെ പ്രതിരോധം ദുർബലമാക്കിയെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും യുദ്ധക്കളത്തിൽ അവർ അപ്രതീക്ഷിത തിരിച്ചടികൾ നേരിടുന്നുണ്ട്. ഈ ആഴ്ച മാത്രം 2 F-50 യുദ്ധവിമാനങ്ങളും ഒരു A-10 വിമാനവും 10-ലധികം MQ-9 ഡ്രോണുകളും ഇറാൻ വെടിവെച്ചിട്ടു. രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ഹെലികോപ്റ്ററുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി. നിലവിൽ അമേരിക്കയുടെ മിസൈൽ ശേഖരത്തിൽ വലിയ കുറവുണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന 2300 മിസൈലുകളിൽ ഇപ്പോൾ വെറും 425 എണ്ണം മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിൽ തന്നെ 75 എണ്ണം സാങ്കേതിക തകരാറുകൾ മൂലം ഉപയോഗിക്കാൻ കഴിയാത്തവയാണെന്ന് ബ്ലൂബേർഡ് റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യത്തിൽ പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്ന തന്ത്രത്തിലേക്കാണ് അമേരിക്ക ഇപ്പോൾ മാറുന്നത്. B-55 ബോംബറുകൾ ഇറാനിയൻ വ്യോമാതിർത്തിക്ക് മുകളിലൂടെ പറക്കുന്നത് മേഖലയിൽ വലിയൊരു വ്യോമാക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.